സംസാരിച്ചല്ലോ നിങ്ങള്? അല്ലടാ പിന്നെ ചോദിച്ചു എന്ന് പറഞ്ഞ ഒരാള് ചോദിച്ചു ഇതേമാതിരി ചോദിച്ചു ഇന്ററാക്ഷൻ ശരിക്കും ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് മൊത്തം കാടാ. ഫോറസ്റ്റ് മൊത്തം കാടാ. അവിടെ അങ്ങനെയല്ലാതെ അവിടെ ഫോറസ്റ്റ് മൊത്തം കാട്. അങ്ങനെ ഉണ്ടല്ലേ? കാടുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നടന്നുകൊണ്ടുണ്ട്. ഇപ്പൊ ഈ നടന്നു പോകുന്ന പോലത്തെ കാടുകൾ അവിടെയും ഉണ്ട്. അപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ഫോറസ്റ്റുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെ നമുക്ക് ട്രക്കിങ്ങിന് പോകാം. അവിടെ റിസോർട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ഫോറസ്റ്റുകളുണ്ട്. നമുക്ക് മെയിൻ ഫോറസ്റ്റിൽ പോകണമെങ്കിൽ പെർമിഷൻ വേണം. പിന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. പ്രൈവറ്റ് ഫോറസ്റ്റിലും ഷൂട്ട് ചെയ്യാം. നമ്മൾ ഇപ്പോൾ പെരുന്നാൾ തന്നെ ഷൂട്ട് ചെയ്തത് വാഗമൺ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഫോറസ്റ്റാണ്. എന്തൊക്കെയുണ്ട് ടൊമാറ്റോ വിശേഷങ്ങൾ? സുഖം. എന്താണ് നമ്മള് ശരിക്കും പറഞ്ഞാല് ഇവിടെ ഉറുമ്പിക്കര ഉറുമ്പിമല ഉറുമ്പിക്കര ഏതാ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഉറുമ്പിക്കര. യെസ്. അപ്പൊ നമ്മൾ ഉറുമ്പിക്കരയിലാണ് നമ്മളുള്ളത്. ആൻഡ് ഒരു ഒരു ഇന്റർവ്യൂ എടുക്കാൻ നമ്മൾ ഞാൻ തീരുമാനിച്ചു. ഇതുപോലെ നമുക്ക് ഇതുപോലെ റാൻഡം ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ പോലെ. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഭയങ്കര സൈലൻസ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ വന്നത്. പക്ഷെ നേച്ചർ അസാധ്യമാണ് ഇവിടെ. നല്ല രസമാണ്. ഇപ്പൊ കൊറേ ചീവീടും പിന്നെ എന്താ കൊറേ അങ്ങനെ നടക്കില്ലേ? എല്ലാവരും ഭയങ്കര ശബ്ദത്തിലാണ്. മഴ വരാണെന്ന് തോന്നുന്നു. അതിപ്പോ കോട നിങ്ങളിപ്പോ കാണുന്നുണ്ടല്ലോ. കോടയൊക്കെ വന്ന് അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് ഇരിക്കുകയാണ് നമ്മള്. ലൈക്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. സോ ദിസ് ഇസ് മിസ്റ്റർ ടോം എമ്മറ്റി. പുള്ളി ഒരു മലയാളത്തിലെ മൂവീസിലെ സംവിധായകനാണ്, സിനിമാ സംവിധായകനാണ്, അങ്ങനെയല്ല പറയുന്നത്. ഹീസ് എ മൂവി ഡയറക്ടർ ആൻഡ് ഹീസ് ഡൺ എ ബഞ്ച് ഓഫ് ഫിലിംസ്. ആൻഡ് നോട്ടബിൾ ആയിട്ടുള്ള മെക്സിക്കൻ അബാരത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ്. പിന്നെ ഇപ്പൊ അടുത്ത ടൊമാറ്റോ പുതിയത് ഏതെങ്കിലും വരുന്നുണ്ടോ? പുതിയത് നമ്മള് പെരുന്നാൾ പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. അടിപൊളി. അപ്പൊ അത് എന്തിനെ കുറിച്ചിട്ടാണ് അത് സംഭവം? അത് അതൊരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു സ്റ്റോറി. ഓക്കെ. ഒക്കെ നമ്മൾ ഇറക്കിയായിരുന്നു. പോസ്റ്റർ കണ്ടായിരുന്നു. അതിന്റെ അടുത്ത ഷെഡ്യൂൾ കൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ളൂ. ഒരു മഞ്ഞ പോസ്റ്ററാണോ? മഞ്ഞ ഇറക്കിയിട്ടുണ്ട്. നമ്മള് ബ്ലാക്ക് ആൻഡ് റെഡ് ഇനീഷ്യൽ ചെറിയ പോസ്റ്റേഴ്സ് ഒക്കെ, അനൗൺസ്മെന്റ് പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഇറക്കിയായിരുന്നു. ഓക്കെ. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻസ്. സത്യം പറഞ്ഞാല് ക്വസ്റ്റ്യൻസ് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ നല്ല ഈ കോടമഞ്ഞ് ഇങ്ങനെ അടിക്കുന്നതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് അസാധ്യമാണ്. അപ്പൊ ടൊമാറ്റോ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് സിനിമയിലേക്ക് ടൊമാറ്റോ കയറുന്നത്? എങ്ങനെയാണ് വരുന്നത് ഈ പറയുന്ന മൂവീസിലോട്ട് വരാൻ സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി ഞാനൊരു ടീച്ചറായിരുന്നു. അത് ഓക്കെ. ഞാൻ പഠിച്ചത് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് ഒക്കെ പഠിച്ച് അപ്പൊ അത് ശരിക്കും അത് പഠിക്കാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്നൊരു സൗണ്ടിന്റെ അപ്പുറത്തേക്ക് ലൈറ്റ്സിനോടായിരുന്നു നമുക്കറിയാം ഇൻട്രസ്റ്റ്. ലൈറ്റിന്റെ ഈ പറഞ്ഞ പോലെ ലെൻസ്, ചെറുപ്പത്തില് ലെൻസിന്റെ എക്സ്പീരിയൻസ്, അങ്ങനെ ഈ പ്രൊജക്ടേഴ്സ്, ഫിലിമിന്റെ റോള്, ഫിലിം ചെയ്യുന്നു, 24 ഫ്രെയിംസ് പോകുന്നു, ഇങ്ങനെ ഭയങ്കര ടെക്നിക്കലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമുക്ക് സബ്ജക്റ്റിലേക്ക് ഇങ്ങോട്ട് പോകുന്നത്. മനസ്സിലായി. ഇങ്ങോട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് എടുക്കും. പിന്നെ അത് ടീച്ചിങ്. നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അന്നൊന്നും ആക്ച്വലി അതൊരു നമ്മുടെ ജോലിയായിട്ട് കാണുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് തൃശ്ശൂരിന് വരുന്നത്. അപ്പൊ നമുക്കതൊരു അന്ന് ആഡ് ഫിലിംസ് ഒന്നും അത്രയും വന്നിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫിലിംസ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ തൃശ്ശൂരൊന്നും അങ്ങനെ ഷൂട്ട് നടക്കാറൊന്നുമില്ല, പരസ്യങ്ങളില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് നമ്മൾ കൊച്ചിയിലൊക്കെയാണ് ഇപ്പോൾ ഷൂട്ടിങ്. കോഴിക്കോട്, കൊച്ചി, പിന്നെ ട്രിവാൻഡ്രം ഒക്കെയാണ്. അപ്പോൾ തൃശ്ശൂരൊക്കെ വളരെ റയറായിട്ട് ഷൂട്ട് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മളതൊരു ജോബായിട്ട് നമ്മൾ കാണാനായിട്ട് വീട്ടിൽ പറയാനും അങ്ങനെയൊന്നും നമ്മളതിനെ കരുതിയിട്ടില്ല. പക്ഷെ ഫിസിക്സ് പഠിപ്പിച്ച് പിന്നെ നമ്മൾ റിപ്പീറ്റഡ് ആണല്ലോ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച് തന്നെ വീണ്ടും അടുത്ത കൊല്ലം പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഒരു 5 year കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി. പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാനിങ്ങനെ വിഷ്വൽ മീഡിയ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് തോന്നി. അപ്പം ഞാനിങ്ങനെ ചെറിയ ആൽബങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കുഞ്ഞു ഹാൻഡിക്യാമൊക്കെ എടുത്ത് ചെറിയ ഇതൊക്കെ ചെയ്ത് തുടങ്ങി. പിന്നെ ബൈ ചാൻസ് ഒരു കമ്പ്യൂട്ടർ PC പഠിക്കാൻ, ഞാൻ എഡിറ്റിംഗ് പഠിക്കാൻ പോയി എൻ്റെ ഇടയ്ക്ക്. കാരണം എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുന്നത് MSc പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് പഠിച്ചു B.Ed ആണ്. ഞാൻ B.Ed കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നീ ഈ പണിക്കാണോ പോകുന്നതെന്ന് ചോദിക്കും. എല്ലാവരും അങ്ങനെയാണല്ലോ, ഒരു സാധനം പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇതിനാണോ പോകുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ എല്ലാവരും ചോദിച്ചു. ഇങ്ങനെ കേൾക്കുന്ന പക്ഷെ പ്രാന്തായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എഡിറ്റിംഗ് കോഴ്സിന് ചേർന്നു. അപ്പോൾ അത് മസ്കറ്റിൽ ഇന്ത്യൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാനത് ഒന്ന് അവസാനിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോഴ്സിനെയാണ് ചേതന വിലയിരുത്താൻ.
അപ്പൊ നമുക്ക് പറയാം എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. Nice. മറ്റേ പഠിച്ചുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് പോകാത്. അതെ. അപ്പൊ എഡിറ്റിംഗ് പഠിച്ചാൽ പിന്നെ ഇവന്മാരെന്ത് പറയും എന്നുള്ള രീതിയിൽ അതിന് ചേർന്ന്. അപ്പൊ അതിനൊരു ആക്ച്വലി PC മേടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷോപ്പിൽ പോയി. അപ്പൊ PC മേടിക്കുന്ന സമയത്ത് അത് സുരേഷ് സാറിന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ എനിക്ക് PC തന്നു. അതിൻ്റെ ഒപ്പം എന്താണ് ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ എഡിറ്റിംഗ് പഠിക്കാമെന്ന് എഴുതി വെച്ചു. അങ്ങനെ അത് ആൾക്കൊരു പരസ്യം ചെയ്യുന്ന സമയത്ത് ആളെന്നെ വിളിച്ചു, ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡാണ് ആക്ച്വലി. എന്താ ലൈഫിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു പോയിന്റ്. ചെറിയ ഡിജിറ്റൽ ഇതൊക്കെ ആയിട്ട് ചെറിയ ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പ്രൊഫഷനാക്കിയിട്ടൊന്നുമില്ല. ചെറിയൊരു ആഡ് നമുക്ക് അപ്പോൾ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ചെയ്തത് ആക്ച്വലി ഒരു ജ്വല്ലറിയുടെ എൻ്റെ അങ്കിളുടെ തന്നെ ഒരു കടയിൽ ഒരു ചെറിയൊരു ആഡ് ഞാൻ ചെയ്തായിരുന്നു. പിന്നെ വന്നത് ഒരു ഫിനാൻസ് കമ്പനി ന്യൂട്രിച്ചൂർ എന്ന് പറയുന്ന തൃശ്ശൂർ. ഇപ്പൊ വലിയ കമ്പനി ഉണ്ടോ, ന്യൂട്രിച്ചൂർ. അപ്പൊ അവരുടെ ഒരു ചെറിയൊരു ആഡ് അന്ന്, പിന്നെ അവരുടെ കുറെ ആഡുകൾ ഞാൻ ചെയ്തു. അപ്പൊ അന്ന് ആദ്യമായിട്ട് അത് എന്നെ ഏൽപ്പിക്കുന്ന രാജേഷ് എന്ന് പറയുന്ന ഡ്രീം ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇതാണ്, ഡിസൈനിങ് സ്റ്റുഡിയോ ആണ്. പുള്ളിക്കാരൻ ഞാൻ ആൽബം ഷൂട്ട് ചെയ്യുന്നവരുടെ സെറ്റിലൊക്കെ വന്നത്, ചെറിയ ആൽബങ്ങളാണ് ഷൂട്ട് ചെയ്ത. പക്ഷെ അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ മസ്കറ്റിൽ നിന്ന് ജോലി അവസാനിച്ചതെന്ന് പറഞ്ഞു, എനിക്ക് അന്നൊന്നും ഷൂട്ട് ചെയ്ത് കൊടുക്കുക. ഇന്ന് ഒരുപാട് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഒരുപാട് വിഷ്വൽ ഇതിലുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ അവൈലബിലിറ്റിയും അല്ലെങ്കിൽ ക്യാമറ റെന്റിൻ്റെ അടുത്ത് അങ്ങനെ വളരെ റയറായിട്ടാണ് അന്ന് ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഒരു ആഡ് ഷൂട്ട് ചെയ്യണം ഇങ്ങനെ കമ്പനിയുടെ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവൻ്റെ ഓഫീസിൽ പോയിരിക്കും രാവിലെ. അപ്പോൾ അവനിങ്ങനെ ഇതാക്കി ഞാനങ്ങനെ ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സക്സസ്ഫുൾ ആയി അവരുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത നെക്സ്റ്റ് അവർക്ക് ബഡ്ജറ്റ് ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ അത് ഡിജിറ്റലായിരുന്നു പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ആഡിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് കമ്പ്യൂട്ടർ ഷോപ്പ് വരെ വിളിച്ചിട്ട് ഒരു ആഡ് വന്നു. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഫിലിമിൽ ഷൂട്ട് ചെയ്യാം. ഫിലിം എന്ന് പറഞ്ഞാൽ ഫിലിം ഫോർമാറ്റിലാണ്, ഫിലിം റോളിലാണ്. അന്നനുസരിച്ച് തിയേറ്ററിൽ പ്രൊജക്ട് ചെയ്യണം. അന്ന് ഡിജിറ്റൽ ആയിട്ടില്ല ആക്ച്വലി, ഡിജിറ്റൽ ആണ് തൊട്ട് മുന്നേ. അതായത് 2008-ത്തെ കഥയാണ് പറയുന്നത്, 7-8 എന്ന് പറയുന്ന ആ കഥ. അപ്പോൾ അതില് ഞാൻ പറഞ്ഞു നമുക്ക് ഫിലിം ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം ആഡ്, തിയേറ്ററിലെ ആഡ്. സത്യത്തിൽ ഞാൻ ഫിലിം ക്യാമറ കണ്ടിട്ടില്ല. ആക്ച്വലി എന്റെ ആഗ്രഹമാണ്. ഞാൻ സ്റ്റോറി പറഞ്ഞു, സ്റ്റോറി ആൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അന്ന് ഭയങ്കര പ്രാന്ത് പിടിച്ച് നിൽക്കുക. കാരണം ഇവിടെ പോകണേ എന്നുള്ള ഒരു ഡയറക്ഷൻ ഇല്ല. എല്ലാ ദിവസം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് പറയും കേൾമി എനിക്കൊരു വെളിച്ചം തരണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് അതൊരു പോസിറ്റിവിറ്റി കണ്ടിട്ട് നമ്മളങ്ങോട്ട് യെസ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു ഫിലിമിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഇതൊരു ചെറിയ ഷോപ്പാണ്, ചെറിയ സെറ്റപ്പാണ് എന്തെങ്കിലും പറയണം. അപ്പൊ നമുക്ക് ചെറിയ സെറ്റപ്പ് കാണിക്കാൻ വേണ്ടി നമുക്ക് ആഡ് ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മള് ഒരു 3 years കഴിഞ്ഞിട്ട് നമ്മൾ എന്താവണം, അതാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അത് ചിലപ്പോൾ ആ ഡയലോഗ് ആൾക്ക് കൺവിൻസിങ് ആയി. ആള് പറഞ്ഞു അച്ഛൻ നീ എന്താ ചെയ്യുന്നു പറഞ്ഞു. ഞാനിങ്ങനെ ക്യാമറമാൻ പ്രകാശിനെ വിളിക്കുന്നു. ആളോട് പറയും ഫിലിമിനൊക്കെ എന്താ വില, ക്യാമറ എന്റെ എനിക്ക് ആ ക്യാമറ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പിന്നെ അത് മാത്രം അതിൽ ഷൂട്ട് ചെയ്താൽ എന്തായിരിക്കും തിയേറ്ററിൽ വരണം. ആഡ് അന്ന് ജ്വല്ലറിയുടെ ആഡുകൾ മാത്രമേ ഉള്ളൂ, ജ്വല്ലറി തുണിക്കട അങ്ങനത്തെ ആഡുകൾ മാത്രമേ ഉള്ളൂ അന്ന് തൃശ്ശൂര്. അതും അന്തിക്കാട്, ഷൈജു അന്തിക്കാടൊക്കെ ചെയ്യുന്ന വലിയ ആഡുകളാണ് അവിടെ. അപ്പോഴാണ് നമ്മളൊന്നും ഒരു കമ്പ്യൂട്ടർ ഷോപ്പിന്റെ ആഡ് തിയേറ്ററിലില്ല. അപ്പൊ നമുക്കത് ചെയ്താലോ എന്ന് പറയുന്നത്. ഓക്കെ, ആള് നിങ്ങൾ ലൊക്കേഷനൊന്നും വന്നിട്ടില്ല. ക്ലൈന്റ് സ്റ്റോറി അപ്പൊ എന്തോ കേട്ടതാ. പിന്നെ ആള് ഇങ്ങോട്ട് വന്നിട്ട് ആള് പറഞ്ഞു നീ പറയുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് ആളെല്ലാം എനിക്ക് വിട്ടു തന്നു. ഞാനങ്ങനെ ഷൂട്ട് ചെയ്ത് അതാണ് എൻ്റെ ആദ്യ തിയേറ്റർ, അതായത് ഫിലിം എന്നുള്ള രീതിയിൽ. ചെന്നൈ പോകുന്നു. ചെന്നൈ പോയിട്ട് അവിടെ പ്രസാദ് ലാബില് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിം AC വെക്കണം എന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെയുണ്ട്. അപ്പൊ അതെ, അത് അല്ല ഇനിയിപ്പോ ആവശ്യമില്ല, ഡിജിറ്റലായി വന്ന് 2 ക്യാൻ ഫിലിമാണ് നമ്മൾ കൊടാക്കിന്റെ മേടിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് 4 മിനിറ്റ് റഷ് ഷൂട്ട് ചെയ്യണമെങ്കിൽ 12,000 രൂപ നെഗറ്റീവിന്റെ വിലയുണ്ട്. അപ്പൊ എനിക്കൊരു 3 lakhs ആ ആഡിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് 2 നെഗറ്റീവ്. ചെന്നൈ ഇപ്പോ പ്രോസസ് ചെന്നൈയില്ല. ചൂടും. അപ്പൊ ക്യാമറമാനെ രാത്രി വിളിച്ചു ക്യാൻ ഫിലിം അവിടെ പ്രോസസ്സിന് പോയി ഇല്ലേ, ഞങ്ങൾ വീട്ടിൽ അത് വീട്ടിലേക്ക് ഇതായി പോവും, അത് AC വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ എൻ്റെ ഒരു അങ്കിളുടെ കടയിലാണ് AC ഉള്ളത്, വീട്ടിലൊന്നും AC ഇല്ല. അപ്പോൾ
പരിചയക്കാരുടെ കയ്യിൽ എ സി ഇല്ലാത്ത ഞാൻ നേരെ അന്നും നമ്മുടെ നാട്ടിൽ ഇത്ര ചൂടില്ല, അതുകൊണ്ടായിരിക്കും ഇപ്പൊ എല്ലാവരോടും എ സി ആയി. ഇതൊരു 2008 കാര്യം ഞാൻ പറയുന്നത്, മനസ്സിലായി, ഒരു 18 years ബാക്ക് അല്ലേ, 18 years ബാക്ക്. അപ്പൊ നേരെ അങ്കിളുടെ ഒരു ഷോപ്പില് അവരുടെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു. അപ്പൊ അത് അങ്കിളിന് മാത്രമേ അറിയുള്ളൂ, അതിന് കുറെ സ്റ്റാഫുകളുണ്ട്, അതുണ്ടല്ലോ അങ്കിളിന് പാർട്ട്ണറായിട്ടുള്ള വേറെ അങ്കിളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അവര് വന്നിട്ട് നൈറ്റ് വന്നിട്ട് ഇതെന്താ സാധനം എന്ന് പറഞ്ഞ് ജ്വല്ലറിയാണ് അവരുടെ ഷോപ്പ്. അപ്പൊ വല്ല ജ്വല്ലറി ആണെന്ന് വിചാരിച്ചു തുറന്നാൽ ക്യാൻ തുറന്നാൽ എക്സ്പോസ്ഡ് ആയില്ലേ. അപ്പൊ ഞാൻ എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ അന്ന് രാത്രി ഉറങ്ങില്ല. ഞാനപ്പോ എന്റെ സുഹൃത്തുണ്ട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ചെന്നൈ പോകാം, ടിക്കറ്റ് ഒന്നുമില്ല, ലോക്കലിൽ പോലും നിൽക്കാം. നിന്നിട്ടാണ് ഞങ്ങളൊന്ന് ചെന്നൈ പോയി നേരെ പ്രോസസ്സിന് കൊടുക്കുന്നത്. അപ്പൊ അവിടെ വരുന്നത് പ്രസാദ് ലാബ് എന്ന് പറയുന്ന വലിയൊരു ലാബ്. എനിക്ക് തോന്നുന്നത് ഹിന്ദി പടങ്ങൾ മുതൽ എല്ലാ പടങ്ങളും അവിടെയാണ് പ്രിന്റൊക്കെ അടിക്കുന്നതും. അതിന്റെ പ്രോസസ്സ് കാണുന്നതിന്റെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് MG രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വലിയൊരു ക്യാമറമാനാണ്. എനിക്ക് പേരൊന്നും അറിയില്ല, നമ്മുടെ എഡിറ്ററാണ് പരിചയപ്പെടുത്തുന്നത് MG രാധാകൃഷ്ണൻ. നമ്മൾ എനിക്ക് സിനിമ ആയിട്ടില്ലല്ലോ, നമ്മള് പഠിപ്പിക്കുന്ന നേരങ്ങൾ വന്നു. സിനിമേനെ പറ്റി ഒന്നും അറിയില്ല ശരിക്കും. MG രാധാകൃഷ്ണനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്ന് പറഞ്ഞ് നേരെ വിളിച്ചെന്നപ്പോൾ അവിടെ എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പൊന്നയൻ സാറാണ്. പൊന്നയൻ സാറിന് ചെമ്മീൻ മുതൽ കളർ ചെയ്തിട്ടുള്ള അവിടുത്തെ കളറിസ്റ്റൊക്കെയാണ്. ചെമ്മീൻ സിനിമ അത് മുതൽ ഇതുവരെയുള്ള. അപ്പൊ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഡയറക്ടർ എന്ന് പറഞ്ഞ ഡയറക്ടറോ വെയിറ്റ് ചെയ്യൂ ആള്. ബാക്കിയല്ല നമ്മൾ ടെക്നീഷ്യന്മാരൊക്കെ സാറിന് തന്നെ വിളിക്കുന്നതാണ്. എന്താ സംഭവിച്ചു പെട്ടെന്ന് ഓവർനൈറ്റ് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അത് പ്രോസസ് ചെയ്ത് അവിടുത്തെ തിയേറ്ററിൽ കാണിച്ചു. കളർ എങ്ങനെ ഓക്കെ അല്ലേന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എന്ത് കളർ, ഞാനും ഒക്കെ ചെറിയ ടിവിയില് ഇത് കാണും, നമുക്ക് കളർ കറക്ഷൻ ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അത് പഠിച്ചിട്ട് വരുന്നുണ്ട്. ഒരുപാട് ഓപ്ഷനുകളുണ്ട്, ഒരുപാടുള്ള മൊബൈലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോസസ് അവിടെ നെഗറ്റീവ് വാശിയും കൊടുത്തിട്ട് എന്റെ ക്യാമറമാൻ ചെന്നൈയിലെത്തിട്ട് വിളിച്ചു വെക്കണമെന്നറിയോ തോമേ അതിലൊക്കെ വല്ലതും പതിഞ്ഞുണ്ടോ ഞാൻ ടെൻഷൻ. അവനത് കോമഡി ആയിട്ട് ചോദിച്ചാ, പക്ഷെ ഞാൻ 3 ലക്ഷം പോയത് വേഗം പ്രോസസ് ചെയ്ത് നെഗറ്റീവ് കാണട്ടെ എന്നുള്ളതാണ്. അപ്പൊ നെഗറ്റീവ് കണ്ട് അതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. ടെലിസിനെ എടുത്ത് കട്ട് ചെയ്ത് അത് ലിജു എന്ന് പറയുന്ന എഡിറ്ററിന്റെ ചെയ്യുന്നതാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ തോളത്തൊക്കെ കുറയിലിട്ടിട്ട് കട്ട് സീനൊക്കെ അങ്ങനെ കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത് വലിയ പ്രോസസ്സാണ്. അതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. എല്ലാ പ്രോസസ്സും നമുക്ക് 24 ഫ്രെയിംസിൽ സൗണ്ട് വേറെയാണ് നെഗറ്റീവ് എടുക്കുക, അത് നമുക്ക് മാരിഡ് പ്രിന്റ് എടുക്കുന്നു. അപ്പൊ ഞാൻ റിയലി എൻജോയ് ചെയ്തത്, കാരണം ഞാൻ ആ ടെക്നോളജി ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ എനിക്കൂടെ ദൈവം അത് കാത്തു വെച്ചിട്ടായിരുന്നു. കാരണം എനിക്ക് ചെറുപ്പത്തിലെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ ഒരു സിനിമയായിട്ടും ബന്ധമുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് ലാബുകളിൽ പോയിട്ട് അതിന്റെ പ്രോസസ്സ് അറിയണം. എനിക്ക് എന്താണ് 24 ഫ്രെയിംസിൽ ആ നെഗറ്റീവിന്റെ ഇത് അറിയണം. പിന്നെ അതുമല്ല എനിക്കൊരു ക്യാമറ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് വി ക്യാൻ മേക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ക്യാമറയും നമുക്ക് ഉണ്ടാക്കാം. അതിന്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വെറും മെക്കാനിക്കലാണ്, ഇപ്പോഴത്തെ പോലത്തെ ഡിജിറ്റൽ അല്ല. മെക്കാനിക്കലി നമുക്ക് സ്റ്റിൽ ക്യാമറ ആണെങ്കിലും എക്സ്പോസ് ചെയ്താൽ മതി. ലെൻസിൽ എക്സ്പോസ് ചെയ്ത ഫോക്കസിൽ ആ കെമിക്കൽ റിയാക്ഷൻ ഫിലിമിൽ നടക്കും. അത്രയുള്ള വെരി ഈസി. അത് ഷട്ടർ വെച്ച് നമുക്ക് 24 ഫ്രെയിംസ് നടത്തി വെച്ചാൽ വി ക്യാൻ ക്യാപ്ചർ ദ. സോ അങ്ങനെയൊക്കെ തോട്ടില്ല. അത് ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാണല്ലോ. നമുക്ക് ക്യാമറ അങ്ങനെ മേടിക്കാനുള്ള ഒരു സൗകര്യമൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് തിയേറ്ററിൽ വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് വരണമെന്നുള്ള രാഗം തിയേറ്ററിലും പക്ഷെ അത് ദൈവം അപ്പൊ ദൈവം അത് നടത്തി തന്നു. എന്തുകൊണ്ടാണെന്ന് അറിയോ, 2012 ആകുമ്പോഴേക്കും എല്ലാം ഡിജിറ്റലായി. ഒരിക്കലും എനിക്ക് ക്യാമറ കാണാനും ഭാഗ്യമില്ല, പ്രോസസ് ചെയ്യാനും പറ്റില്ല, ലാബേ ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ദൈവം ആ ടൈമിൽ കറക്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ഭയങ്കര സ്പിരിച്വലി അതിനായിട്ടാണ്. കാരണം വെച്ചാൽ നീ ചെറുപ്പത്തിലേക്ക് എന്തൊക്കെ ആഗ്രഹിച്ചു അതിൽ. അപ്പൊ ഞാൻ തട്ടത്തിൽ മറിയത്ത് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതേമാതിരി ഏതൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്നിട്ടാണ് കാണുന്നത്. അപ്പൊ അതിൽ വിനീത് ശ്രീനിവാസന്റെ ഡയലോഗ് ഉണ്ട്, നിന്റെ ആഗ്രഹം നീ മറന്നാലും ദൈവം മറക്കില്ല എന്ന സാധനം. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നു തിയേറ്ററിൽ. കാരണം വെച്ചാൽ എന്റെ ആഗ്രഹമായിരുന്നു ഈ ഫിലിം റോളിൽ ഷൂട്ട് ചെയ്യുക, അത് തിയേറ്ററിൽ പ്രൊജക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരു സാധനം. എക്സ്പീരിയൻസ് ഒന്നുമില്ല, നമുക്ക് അത് പല ഷൂട്ട് ചെയ്യുക, സീനുകൾ ഷൂട്ട് ചെയ്യുക. ഇത് ഞാൻ അങ്ങനെ 19 ആഡുകൾ ചെയ്തു അതിനുശേഷം. അതാണ് എന്റെ ഒരു തുടക്കത്തിലുള്ള വിഷ്വൽ മീഡിയയിലേക്ക് വന്ന ഒരു ഇത്. പിന്നെ അത് ഡിജിറ്റൽ ആയപ്പോൾ ആക്ച്വലി ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം, പലരും ഡിജിറ്റൽ ക്യാമറകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും
റെഡ് എന്ന് പറയുന്ന ക്യാമറ എനിക്ക് ഓർമ്മയുള്ളത് സാൾട്ട് ആൻഡ് പെപ്പർ ഭയങ്കര ഹിറ്റായി. അത് റെഡ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. അതാണ് ഫസ്റ്റത്തെ കുറെ ഡിജിറ്റൽ ചെയ്തു. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഭയങ്കര ഹിറ്റായാലാണ് പറഞ്ഞാൽ നമ്മളത് അഡാപ്റ്റ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ചും ആ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ റെഡ് എല്ലാം പോപ്പുലറായി. പിന്നെ ഒരു പടം ഹിറ്റായി പിന്നെ DC അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പൊ 2012 ആകുമ്പോഴേക്കും എല്ലാം അങ്ങോട്ട് വാനിഷായി. അപ്പൊ നമ്മൾ ഡിജിറ്റായി. അപ്പൊ നമ്മുടെ ത്രില്ല് നഷ്ടപ്പെട്ടു. ആഡ് ചെയ്യാനുള്ള ത്രില്ല് നഷ്ടപ്പെട്ടു. മറ്റേ പ്രോസസ്സ് കഴിഞ്ഞ് നേരെ അവിടത്തെ സ്ക്രീനിൽ കണ്ട് സൗണ്ടൊക്കെ ചെയ്ത് നമ്മൾ നേരെ നാട്ടിൽ വന്ന് രാഗം തിയേറ്ററിൽ അവരൊരു പ്രിവ്യൂ തരും. ഇവിടുത്തെ തിയേറ്ററുകാർ ഒരു പ്രിവ്യൂ തരും. അപ്പൊ നമ്മുടെ കല്യാൺ ജ്വല്ലറി മറ്റേ ജ്വല്ലറി അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളും അതിന്റെ ഒപ്പം ഇരുന്നിട്ട് നമ്മുടെ ആഡും പ്രിവ്യൂ ഉണ്ട്. അപ്പൊ ഈ പ്രിവ്യൂ നമ്മൾ കാണാൻ ലൈറ്റ് എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടെങ്കിൽ സൗണ്ടിന്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കറക്റ്റ് ചെയ്യാൻ ടൈമാണ്. കാരണം സെൻസർ ചെയ്തൊക്കെ വരുന്ന സാധനമാണല്ലോ. അപ്പൊ അവർക്കും കാണണം, തിയേറ്ററുകൾ കാണണം ഇത് എന്താണ് കോപ്പാണ് പ്രൊജക്ട് ചെയ്യാൻ പോണേന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം ആഡ് കമ്പനിക്ക് അത് ആക്കാനായിട്ട്. നമ്മള് അത് പ്രീമിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത് സിനിമകള് സ്ക്രീൻ ചെയ്യുന്നതിന് മുന്നേ ഈ പറയുന്ന അഡ്വർടൈസേഴ്സിന് എല്ലാരും വിളിച്ച് വരുത്തിയിട്ട് അല്ലല്ല അവരുടെ പുതിയ ആഡുകൾ വരുന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അവരുടെ കിടിലൻ ആഡായിരുന്നു. അപ്പൊ നമ്മുടെ ആഡ് വെച്ചാൽ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. സ്റ്റോറി വൈസ് അടിപൊളി കല്യാണ ആഡാണ്. അപ്പൊ അതില് ഇരുട്ടത്ത് മറ്റേ വിശ്വാസത്തിലല്ല എന്നുള്ള ആഡാണ്. അപ്പൊ ഈ രാത്രിയാണ് അതൊക്കെ. അത് ജ്വല്ലറിയുടെ ആടൊക്കെ ഭയങ്കര കളർഫുൾ ആണല്ലോ. അതിന്റെ ഇടയ്ക്ക് വന്നൊരു ബ്രേക്ക് ആയിരുന്നു ആ ആഡ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൾക്കാര് ഇതേമാതിരി വന്നിട്ട് ഇപ്പൊ ഓപ്പറേറ്റർക്ക് പറഞ്ഞ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഭയങ്കര ഇരുട്ടായി പോലും സാർ ഇത് എങ്ങനെയാണ്. അപ്പൊ ആള് പറഞ്ഞു കല്യാണം നമുക്ക് കുറച്ച് നിർത്താം, ഇപ്പൊ റിലീസ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നു. അപ്പൊ ഞാൻ ഇത് പിന്നീട് അത് ഭയങ്കര ഹിറ്റായ ഒരാളായിരുന്നു. അപ്പൊ ഇതേമാതിരി പ്രിവ്യൂ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതാണ് നമ്മൾ പിന്നെ നെക്സ്റ്റ് ജീവിതത്തിലേക്ക് ഒരു മോട്ടിവേഷൻ കൂടിയാണ്. നമ്മള് നമുക്കറിയില്ല, നമുക്കൊരു വെളിച്ചം, അതായത് ഇനി നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഗോളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചെയ്യുന്നതിലൊരു സന്തോഷമാണ് എന്നെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ അത് അസ്തമിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിജിറ്റായി കഴിഞ്ഞപ്പോഴാണ്. ഡിജിറ്റായി കഴിഞ്ഞപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ എന്ത് എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിന്റെ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ ആക്ച്വലി ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഓഡിഷൻ അയച്ചതാണ്. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു ഫോട്ടോയാണ് സ്റ്റില്ലെടുത്ത് ഓഡിഷൻ അയച്ചത്. അപ്പൊ ഞാൻ അതിങ്ങനെ പറഞ്ഞിരുന്നു, അത് വേണമെങ്കിൽ എനിക്ക് സിനിമയിലേക്കുള്ള എൻട്രി ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇല്ല. അത് നമുക്ക് അങ്ങനെ ഓരോ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളങ്ങനെ പറയില്ല. നമ്മള് ഒരുപാട് പേര് പണിയെടുക്കണം, അതൊന്നും പണിയെടുക്കാനൊന്നും വൈകിയാണ് ടൈം. അപ്പൊ ഞാനൊരു ഫോട്ടോ അയച്ചു. ആ ഫോട്ടോനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു കോളില് രഞ്ജൻ പ്രമോദ് സാറ് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നു. പുതിയ ആൾക്കാർ വെച്ചുള്ള പടമാണ്. അങ്ങനെ ഞാൻ അവിടെ പടത്തിന്റെ പേര് അല്ല, പടം ഇറങ്ങിയൊന്നുമില്ല. പക്ഷെ അത് എനിക്കൊരു ഭയങ്കര ലെയിൻ പ്രോസസ് ആയിരുന്നു. ഓഡിഷൻ ആണെങ്കിലും അത് അതിന്റെ പ്രോസസ്, ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിന്റെ മൊത്തം പ്രോസസ്സ്. ഒരു ആക്ടേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്ക് ആ നാടുമായിട്ട് പരിചയപ്പെടുത്തി അവർക്ക് കഥാപാത്രങ്ങളായി മാറാനായിട്ട് നിങ്ങൾക്ക് എനിക്ക് ഒരു 3-4 മാസമൊക്കെ 3 മാസം തന്നിട്ടുണ്ട്. ഹോട്ടലിലേക്ക് എടുക്കുന്ന റൂം വന്നു, ഡയറക്റ്റ് ക്യാമറ തന്നിട്ടുണ്ട്. അത് നമ്മള് അപ്പൊ അങ്ങനത്തെ ഒരു സാധനം തന്ന് ആള് റിയലി ആ ലൊക്കേഷൻ കൊണ്ട് ഷൂട്ടൊക്കെ തുടങ്ങി. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാല് ഞാനിപ്പോ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ, പക്ഷെ നമുക്കൊരു മേക്കിങ്ങിനുള്ളൊരു ഊർജ്ജമായിരുന്നു. പിന്നീട് സാറ് മോട്ടിവേറ്റ് പറ്റുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് പേര് സ്ക്രിപ്റ്റുകൾ എഴുതുന്നുണ്ട്. അവരൊക്കെ കുറെ സിനിമ ഈ വെറുതെ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാതെങ്ങനെ. അപ്പൊ അതിന്റെ ഒരു മോട്ടിവേഷനാണ് നമ്മൾ പടം ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അതങ്ങനെ ഇതിപ്പോ ഇത്ര ഒരു ഇൻഡെപ്ത് ആയിട്ട് എനിക്ക് എന്താണ് ഐ ഡോണ്ട് തിങ്ക് നോട്ട് മെനി പീപ്പിൾ നോ അബൌട്ട് ഇറ്റ്. അല്ല, നമ്മൾ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാറുണ്ട്. നല്ല പടം തന്നെയാണ്. ഞാൻ മെക്സിക്കൻ ഭാരത കണ്ടിട്ടുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ആ സമയത്തൊന്നും നമ്മള് അത്ര ഇന്റർവ്യൂസിലൊന്നും ഞാൻ അങ്ങനെ വന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാല് കുറച്ചും കൂടി നമ്മുടെ ജേണി കുറച്ചും കൂടി പോയിട്ട് കുറച്ച് സ്റ്റഡി ചെയ്ത് പടങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ. അപ്പൊ ഈ വരാൻ പോകുന്നപ്പോ, അതായത് ഇപ്പൊ മിസ്റ്റീരിയസ് ആണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ വരാൻ പോകുന്ന സിനിമ, നമുക്ക് വരാൻ പോകുന്ന ഇപ്പൊ പെരുന്നാളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ജസ്റ്റ് പറയാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടോ? നായകൻ ചേട്ടനാണ് അഭിനയിക്കുന്നത്, ഷൈൻ ടോം, ജുനൈസ്, അങ്ങനെ ആൾക്കാരുള്ള ഒരു പടമാണ്. അപ്പൊ അതിൽ പുതിയ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. അഖില, പുതിയതല്ല കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. വിഷ്ണു, പിന്നെ നമ്മുടെ ക്ലയർസി, പിന്നെ
ജോയൽ, ഓക്കെ. അങ്ങനെയുള്ള കുറെ ആക്ടേഴ്സുകളുള്ള ഒരു പുതിയ ആൾക്കാരും എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സും ഉണ്ട്. വിനായകൻ ചേട്ടൻ പോലുള്ള അപ്പൊ ഇങ്ങനെയുള്ള ഒരു പടമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ചൊരു ഷെഡ്യൂളും കൂടി ഉണ്ട് ആക്ച്വലി. അപ്പൊ അതിൽ ക്യാമറ ചെയ്യുന്നത് അരുൺ ചാലി എന്ന് പറയുന്ന ഇതേമാതിരി രഞ്ജൻ സാറിന്റെ ഒരു പടം ചെയ്ത, ഓ ബേബി ചെയ്ത, അതൊരു കാടിന്റെ ഒരു ടെറൈനിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തൊരു ഇത് വർക്കായിരുന്നു. അപ്പൊ പിന്നെ നമ്മളുടെയും കാടില് കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലോട്ട് വരാൻ കാരണം ഇപ്പൊ എന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ പെരുന്നാളാണ് പ്രോബബ്ലി സംതിങ് ടു ഡു വിത്ത് എന്താണ് അമ്പല ഉത്സവം, പള്ളി പെരുന്നാൾ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണോ, അല്ല ഈ കോൺസെപ്റ്റ് വരാൻ കാരണം? അതില് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. പെരുന്നാൾ എങ്ങനെ ശരിക്കും അതിന്റെ ഒരു ബേസിക് സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു ഇതാണ്. നമ്മൾ പെരുന്നാൾ വെറും തല്ലുപിടിയും മാത്രമായിട്ടാണ് നമ്മൾ പെരുന്നാളിനെ ഇവിടെ കാണുന്നത് ആക്ച്വലി. അപ്പൊ അത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ വേറൊരു സാധനമുണ്ട്. ഇൻട്രസ്റ്റിംഗ്, വെരി 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 ഇൻട്രസ്റ്റിംഗ്. അതായത് ഇപ്പൊ ഞാൻ അന്ന് ആ പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ലൈക്ക് ദാറ്റ് ഈസ് എ വെരി നൈസ് മൂവി ഫോർ മീ. അതെന്താ ഞാൻ എന്തായാലും ഇരുന്ന് കാണും, നിങ്ങൾ ഇരുന്ന് കാണുക. അത് വരുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അത് വിൽ ലെറ്റ് യു നോ. ബട്ട് ഈ മൂവീസ് എന്നല്ലാതെ ഇപ്പൊ ശരിക്കും പറഞ്ഞ വേറൊരു എനിക്ക് ചോദ്യം ഉള്ളത്, ഇപ്പൊ ഈ സിനിമ ആൻഡ് എന്തെന്നാണ് അല്ലാതെ പിന്നെ ഈ ഫാമിലി അല്ലാതെ ടോമേറ്റിനെ ഹാപ്പി ആക്കുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? വാട്ട് മേക്സ് യു ഹാപ്പി ബിസൈഡ്സ് ഫാമിലി? ഒബ്വിയസ്ലി സിനിമ ഹാപ്പി ആക്കും ടോമേറ്റിനെ, ബട്ട് എനിത്തിങ് എൽസ് ഇൻ ലൈഫ്? ആക്ച്വലി ഒന്നിലും ഹാപ്പിനെസ് തോന്നാത്തോണ്ടാണ് നമ്മൾ സിനിമയിൽ വന്നത്. അപ്പൊ നമ്മൾ സിനിമയിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റില്ലായിരിക്കില്ല. പക്ഷെ നമുക്കിപ്പോ ഓരോ ടാർഗറ്റ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു നമ്മളിപ്പോഴും ഹാപ്പിനെസ്സിന് ചിലപ്പോൾ ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നി. അപ്പൊ നമ്മൾ വലിയ ടാർഗറ്റുകളും വെക്കാം. അപ്പോ ഞാൻ ഓൾവേസ് ഹാപ്പി ആയിരുന്നു ആക്ച്വലി ഒരു ഘട്ടം പറയാം. പിന്നെ നമ്മൾ വീണ്ടും എന്താ പറയാ എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ലെവലിലാണല്ലോ നമ്മൾ സിനിമകൾ ചെയ്യുന്നു. ഇപ്പൊ സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ചെറിയ പടങ്ങൾ ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയ പടങ്ങൾ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഭയങ്കര ഹിറ്റാണെന്ന് തോന്നുന്നു. ഈ ആഗ്രഹം, ഈ ഹാപ്പിനെസ് അതിലൂടെ വേണമെങ്കിൽ വേറെ രീതിയിലേക്ക് നമുക്ക് ഹാപ്പിനെസ് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ചെയ്യാനും പറ്റുന്നു. നല്ല ഹാപ്പി ആയിട്ടിരിക്കല്ലോ. എനിക്ക് തോന്നുന്നത് ഹാപ്പിനെസ് മീൻസ് ഇപ്പോ നമ്മൾ നല്ല ഹാപ്പി ആണെങ്കിൽ നമ്മള് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഇരിക്കാതെ. പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് മന്ത്ലി ഉള്ള അടവുകള്, ലോൺസ്, ഇതൊക്കെ വരുമ്പോ നമുക്ക് വന്നിരിക്കാൻ പറ്റില്ല. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്ടീവ് ആയിട്ട് സാധാരണ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഫാമിലിയോടെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പോകുമ്പോൾ ഭയങ്കര എനിക്ക് ഇതാണ്, അങ്ങനെ കുറെ. ബട്ട് ദി ആൻസർ ദറ്റ് യു ഗേവ് മീ നൗ ഇസ് എ വെരി ഡിഫറെന്റ് ആൻസർ. പൊതുവെ എന്താണ് പൊതുജന ആൾക്കാരും സാധാരണ തരാത്തൊരു ആൻസർ ആണ്, which I'm very impressed by. It is really interesting. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് പടം മെക്സിക്കൻ എന്ന് പറയുന്നത് വളരെ ഞാൻ ഒരു 2 പടം അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ആയിട്ട് ഞാൻ സിനിമയിൽ വന്നാണ്. സിനിമ ഭയങ്കര ചെറുപ്പം മുതൽ ഇങ്ങനെ കണ്ടുവന്നൊന്നുമല്ല. ഞാൻ ടെക്നിക്കലി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അല്ലാതെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. നമ്മൾ പക്ഷെ എന്തോ ബൈ ചാൻസ് ആ സമയത്ത് ആ പടം ചെയ്യേണ്ടിയിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിനെസ് കൂടിയിട്ട് ഞാനങ്ങനെ ഇരുന്നു. അപ്പൊ പിന്നെ നമ്മള് അത് ഞാൻ ചെറിയ ചെറിയ കുറെ ഇതുകളുണ്ടായിരുന്നു. ഫാമിലിയോടൊപ്പം ഞാൻ കുറെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഫാമിലി മെമ്പേഴ്സ് വീട്ടിലേക്ക് പോകുന്നു അപ്പനമ്മയായിട്ട്. ഞാനതുവരെ അങ്ങനെ അത്രയൊന്നും അങ്ങനെ ഇരിക്കാൻ നമുക്ക് അങ്ങനെ തോന്നില്ല. കാരണം നമ്മുടെ കരിയർ എവിടെയും തെറ്റായിട്ടില്ല, ഒട്ടും ഹാപ്പി അല്ല. ഈവൻ നമ്മള് മുടി വെട്ടാൻ ഒരു ബാർബർ ഷോപ്പിൽ പോലും ഇരിക്കാനുള്ള മനസാന്നിധ്യം കിട്ടിയിരുന്നില്ല. കാരണം വി ആർ ഡിസ്റ്റർബ്. അങ്ങനെയാവില്ല നമ്മൾ കരിയർ ഇതാവുന്ന വരെ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ എക്സ്പീരിയൻസ്. അപ്പോ പണം ഹിറ്റായപ്പോ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോ ആക്ച്വലി കുറച്ചൊന്ന് സ്ലോ ആയി കാമായി നമ്മൾ വീട്ടിൽ പോകുന്നു, എല്ലാവരായിട്ടും ഒന്ന് ഇതാക്കുന്നു. പക്ഷെ അതങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു മാക്സിമം ഹാപ്പിനെസ് ആ രീതിയിൽ പോകണമെങ്കിൽ സമാധാനമായിട്ട് അങ്ങനെ കുറച്ച് പോട്ടെ. പിന്നെയാണ് വേറെ ബാക്കിയുള്ളവരൊക്കെ സിനിമ ചെയ്യുന്നു, പിന്നെ നമ്മള് ചെയ്യണില്ലല്ലോ. അപ്പൊ വീണ്ടും മനസ്സ് അസ്വസ്ഥമാകുന്നു. അങ്ങനെയായിരിക്കണം അതിന്റെ ഒരു പ്രോസസ്. എനിക്കറിയില്ല. വെരി ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ്. അത്
ഇപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഇപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഞാൻ ചോദിക്കാം. അതായത് ഇപ്പൊ ലൈഫിൽ കറന്റ്ലി മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ? മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഓക്കെ, അത് മിസ് ചെയ്യണം. കാരണം അത് കണക്ഷൻ ആണ്. അതും ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ആൻസർ കണക്റ്റഡ് ആണ്. ഏറ്റവും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാന്നുള്ളതാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പൊ ചോദിക്കുമ്പോ എന്തായി അടുത്ത വർഷത്തെ പടമൊന്നുമില്ലേ വിസിക്കുമ്പോ നമ്മൾ വീണ്ടും അൺഹാപ്പി തേങ്ങ നമ്മള് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേതുണ്ടല്ലോ മാസം ലോൺ പരിപാടി, അങ്ങനെയല്ല, മണി വേണല്ലോ ജീവിക്കാനായിട്ട്. അതാണ് എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നുന്നത്. മിസ് ചെയ്യുന്നത് വെറുതെ ഇരിക്കുന്നുള്ള വെറുതെ ഇരുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ആക്ച്വലി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന സമയം വരെ അതായത് ഫാമിലി വെച്ചാൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി വരുന്നത് വരെ ഞാൻ ആലോചിച്ചു എന്ത്. പക്ഷെ അന്ന് അതിന് വാല്യൂ കൊടുത്തിട്ടില്ല ആക്ച്വലി. അപ്പൊ അന്ന് നമ്മൾ എന്താണ് വീട്ടില് ഭക്ഷണം, നാളെ എന്ത് വെക്കണം, അടുത്ത മാസം കറണ്ട് ബില്ല് എന്താണെന്നോ ഒന്നും അറിയാണ്ട് നടക്കുന്ന ഒരു സമയം അതിഞ്ഞ് കിട്ടൂലല്ലോ. അത് ശരിയാണ്. അത് റിയലി ഭയങ്കര മിസ്സിംഗ് ആണ്. എനിക്കും എന്റെ ഈ കോളേജ് ടൈമാണ് സത്യം പറഞ്ഞാലും മിസ് ചെയ്യുന്ന ഒരു സംഭവം. കംപ്ലീറ്റ്ലി കെയർ ഫ്രീ ആണ്. അതായത് പണിയെടുക്കാതെ ജീവിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് മിസ് ചെയ്യുന്നത്. ഓക്കെ, അത് അതായത് എന്താണ് കിടന്ന് തിന്നാനായിട്ടാണ് എനിക്ക് മിസ് ചെയ്തെന്നുള്ള ഒരു സംഭവം. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. സോ ഓൾ ദി ആൻസേഴ്സ് ആസ് യു കെൻ സീ ഇപ്പൊ ഇത് ഭയങ്കര എന്താണ് വ്യത്യസ്തമായ ആൻസേഴ്സ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ ഇപ്പൊ എന്താണ് നമ്മളിപ്പോ ഓൾറെഡി ടോമേറ്റൻ ഭയങ്കര ബിസിയാണ്. അപ്പൊ അത് കാരണം ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്താണ് അതായത് ഇപ്പൊ വരുന്ന അപ്കമിങ് ആയിട്ടുള്ള ഇപ്പൊ അതായത് എന്റെ ഒരു ഫ്രണ്ട് അതായത് എന്റെ സ്കൂളിൽ കൂടെ പോയ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ഡയറക്ടറായി. ആൻഡ് അതേപോലെ അസ്പയർ ഇതുപോലെ ഡയറക്ടേഴ്സ് ആവാൻ അസ്പയർ ആവുന്ന കുറെ പിള്ളേരും കുറെ ടീനേജേഴ്സും കുറെ ഏർലി അഡൾട്ട്ഹുഡിലുള്ള ആൾക്കാരുണ്ട്. അവർക്കുള്ള എന്തെങ്കിലും ഉപദേശങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടോമേന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി നൈസ്. അത് ഇതേവരെ വലിയൊരു ഡയറക്ടർ അടുത്ത് ഓസ്കാർ കിട്ടിയതിനു ശേഷം ചോദിച്ച ചോദ്യമാണ്. ആംഗ്ലി എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്. ഓക്കെ, അത് നമ്മള് ഇവിടെ ഇല്ല അത് പറഞ്ഞ എല്ലാവരും തല്ലോ. ഫേമസ് നോവൽ പടമാണ്. അതായത് ഒരു ചെറിയ ബോട്ടിൽ പോയിട്ട് ഒരു ഇന്ത്യ അമേരിക്കൻ പടം, അതായത് പുലി. ലൈഫ് ഓഫ് പൈ. ലൈഫ് ഓഫ് പൈ. യെസ്, ലൈഫ് ഓഫ് പൈ. പൈ എന്ന് പറഞ്ഞ പൈനെ കുറിച്ച് വേറെ ഫിസിക്സ് പഠിച്ചോണ്ട് അതിനെ കുറിച്ച് വലിയ കഥയുണ്ട്. അത് ഇവര് പറയണെങ്കിൽ എനിക്ക് പറയാൻ അവസരം കിട്ടിയാൽ ഞാൻ പറയുന്നത്. അപ്പൊ അത് ഇതേമാതിരി വേറെ ലൈഫ് ഓഫ് പൈ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വേറെ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു. പശുവിന്റെ കഥ, പയ്യെന്ന് പറയും പശുവിനെ. ലൈഫ് ഓഫ് പൈ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പശുവിനെ കൊണ്ടുവന്ന ഒരു കഥ എന്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ലൈഫ് ഓഫ് പൈന്റെ ഡയറക്ടർ ആംഗ്ലിയോട് ഇതേമാതിരി ചോദിച്ചു. സംസാരിച്ചല്ലോ നിങ്ങള്? അല്ലടാ, പിന്നെ ചോദിച്ചു എന്ന് പറഞ്ഞ ഒരാള് ചോദിച്ചു. ഇതേമാതിരി ചോദിച്ചു. അതിനേമാതിരി ഇന്റർവ്യൂ ചോദിച്ചു. സി അപ്കമിങ് ആക്ടർ ഡയറക്ടേഴ്സിന് എന്താണ്, പുതിയ ആൾക്കാർക്ക് എന്താണ് പറയാതെ, നീന്തല് പഠിക്കാൻ വെള്ളത്തിൽ കയറി ചാടുക, തന്നെ പഠിച്ചോളൂ എന്ന് പറഞ്ഞ അങ്ങനെ ഷൂട്ട് ചെയ്യാ, സ്റ്റാർട്ട് എന്നിട്ട് പഠിക്കുക എന്നാണ് ആള് പറഞ്ഞത്. അത് ശരിയാണ്. നമ്മൾ അവരോട് പറയാനുള്ളത് നിങ്ങൾ എടുത്ത് ചാടുക എന്നുള്ളതാണ്. ആ എടുത്ത് ചാടുകാനാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ളത്. നീന്തല് അങ്ങനെ അറിയില്ല, പഠിച്ചില്ല, അതില്ല കുറെ കാരണം പറയും. ബാഗുന്ന ഒരാൾ തള്ളേലും കുഴപ്പമില്ല, വെള്ളത്തിലേക്ക് ചെയ്തോളും. അപ്പൊ അതാണ് സംഭവം. അതായത് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഡൺ. എന്നിട്ട് അങ്ങനെ പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പോക്കറ്റ് കേരള സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്താണ് ആ ഫസ്റ്റ് പുഷ് വന്ന് എനിക്കിപ്പോ വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുമ്പ്. ബട്ട് ഇവൻച്വലി ഇതുപോലെ ഫോണിന്റെ ക്യാമറ പിടിക്കും, എന്നിട്ട് ഇതുപോലെ എന്താണ് ഇപ്പൊ എനിക്ക് റിവേഴ്സ് ക്യാമറ കൈ പിടിക്കാനായിട്ട് അതിന്റെ കറക്റ്റ് യൂസ്ഡ് ആയി തുടങ്ങി. എനിക്ക് ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ടു ഡു ദാറ്റ് നൗ. പക്ഷെ അത് ഒരു 1 year മുന്നേ 2 കൊല്ലം മുന്നേ ഞാനിപ്പോ ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഐ വുഡ് നോട്ട് ബി ഏബിൾ ടു ഡു ദാറ്റ് 2 years ago. ഇത് തുടങ്ങിയത് കാരണം വെച്ചാൽ ഈ സെയിം കാരണം കൊണ്ടാണ്. ഞാൻ ഒരു ദിവസം ഡിസൈഡ് ചെയ്യുന്നു മലയാറ്റൂര് പോകുന്നു എന്നുള്ള രീതിയിൽ അന്ന് ഡിസൈഡ് ചെയ്താണ് ഇതുപോലെ ഹാൻഡ് ക്യാം ആയിട്ട് ഇതുപോലെ ഇങ്ങനെ സമയം ഷൂട്ട് ചെയ്ത് പോവുക. അങ്ങനെ തുടങ്ങിയതാണ് നമ്മുടെ പോക്കറ്റ് കേരള. ആൻഡ് ആ അഡ്വൈസിൽ ഞാൻ യോജിക്കുന്നു. ഭയങ്കര അടിപൊളി അഡ്വൈസ്. റോബർട്ടോ റോഡ്രിഗസ് അങ്ങനെ ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, ആളുടെ
ഫിലിമൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര ചർച്ചയൊക്കെ വന്നപ്പോൾ ആളെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇയാൾ പറഞ്ഞ ഡയലോഗ്, നിങ്ങളെ എൻ്റെ ഈ നല്ല സിനിമകളല്ലേ കണ്ടിട്ടുള്ളൂ, ഞാനൊരു 28 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ആളാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്തായാലും വലിയൊരു ഡയറക്ടറാണ് പുള്ളിക്കാരൻ. 28 പുറത്ത് കാണിക്കാൻ കൊള്ളാത്തതാണ്, പക്ഷെ നിങ്ങൾ കണ്ടിട്ടാവില്ല. അത് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ പഠിച്ചതെന്ന് പറയുന്ന ഒരു സാധനം. അതൊക്കെ വലിയ ഒരു ഇൻസ്പയറിംഗ് സാധനം. കുറെ ചെയ്ത് കഴിയുമ്പോഴാണ് അതിലൊരു എല്ലാവരും വീണിട്ടില്ല നടന്നു പഠിക്കുന്ന സംഭവം. നമ്മള് കുറെ കുറ്റങ്ങളും തെറികളും ഒക്കെ നമ്മൾ കേൾക്കും. അപ്പൊ അത് നമുക്ക് പറ്റില്ലട്ടോ. നമ്മൾക്ക് തെറി കേട്ടപ്പോ ഡൗൺ ആവുന്ന ആളാണ് ഞാനൊക്കെ സ്ഥിരം. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുട്ടാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകാത്ത ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. സ്ട്രഗിൾ ചെയ്യുന്ന സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നവർക്കാണ് വിജയിക്കാൻ പറ്റുള്ളൂ. ഞാനൊക്കെ എനിക്ക് ആ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്തുട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാനില്ലേ എന്ന് പറയുന്ന ഒരു ഇതാണ് ചെയ്യാം. പക്ഷെ മറ്റൊരു പഠിച്ച് അത് ഫൈറ്റ് ചെയ്ത് വരും. വരണം. അത് ശരി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താണ് ഉപദേശം ഫോർ ഫ്യൂച്ചർ ഡയറക്ടേഴ്സ് ആൻഡ് കറന്റ്ലി അസ്പയറിംഗ് ഡയറക്ടേഴ്സ്. ടൊമാറ്റോയുടെ സമയം തന്നതിന് വളരെ നന്ദി. ആൻഡ് നമുക്ക് എന്താണ് പതുക്കിനെ അങ്ങോട്ട് തീരാം. ബിക്കോസ് ഐ നോ യു ഹാവ് എ ഷൂട്ട്, യു ഹാവ് അതർ ബിസി തിങ്സ് ടു ഡു ആസ് വെൽ. സോ എന്തായാലും ടൊമാറ്റോ താങ്ക് യു സോ മച്ച്. യെസ് കാണും. എപ്പോ കാണും? യെസ് ഡെഫിനറ്റ്ലി. അപ്പൊ അതിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ യു ഗൈസ് ഷുഡ് ഓൾ വാച്ച് ഇറ്റ്. ഇപ്പോ വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് യു ഗൈസ് ക്യാൻ വാച്ച് മെക്സിക്കൻ ബാർദ ഓൾസോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. അങ്ങനെയൊക്കെ. അപ്പൊ വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വൺ. ടേക്ക് കെയർ. അപ്പോ പോക്കറ്റ് കേരള കാണാൻ. കേരളം മൊത്തം പോക്കറ്റിലാണുള്ളത്. നമ്മുടെ കേരളം നിങ്ങളുടെ കീശയില്ല. ഒരു കാര്യമുള്ളത് എന്ന് വെച്ചാല് നമുക്ക് വേണമെങ്കിൽ ട്രക്കിങ്ങിന് പോവാം. ട്രക്കിങ്ങിന് പോലെ പിന്നെ മ്യൂസിക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആളാണ്. ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ഇടയിലും വിട്ടാലോ? അതിന്റെ ഇറക്കൊന്നുമില്ലല്ലോ. അതിനാണ് നമ്മൾ പോകുന്നത്. നിങ്ങള് ഫ്രാൻസിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാടുകൾ. ഫ്രാൻസ് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറെ പിക്നിക്സ് ഉണ്ടല്ലോ, ബാർബിക്യൂ പിക്നിക്സ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഞാൻ പിടിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതായത് അത് ഫാമിലി മൊത്തമായിട്ടാണ് കാട്ടി പോവാ. അപ്പൊ ഈ ഇറച്ചി മീനൊക്കെ ഓൾറെഡി എന്താണ് മാരിനേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പ്. അവിടെ ഒരു കൾച്ചർ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്. കാട്ടിലേക്ക് പോകുന്നു. അതെ, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു കൾച്ചർ വന്നിട്ടില്ല. അത് വരണോ അതിന്? ഫാമിലി ആയിട്ട് കാട്ടിലേക്ക് പോവുക. അപ്പൊ ഞാന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കാരണം നല്ലൊരു ഓക്സിജൻ ഇടയ്ക്ക് വന്ന് ഇവിടെ ശ്വസിക്കുക. ആബ്സല്യൂട്ട്ലി ഹെൽത്തിന് നല്ലതായിരിക്കും. പിന്നെ പ്രകൃതിയുമായിട്ട് പിള്ളേർക്കും ഫാമിലിക്കൊക്കെ ഒരു അറ്റാച്ച്മെന്റ് വരുന്ന ഒരു രീതിയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായമൊക്കെ ആയതിനു ശേഷം കുറെ കഴിഞ്ഞതിന് ശേഷം വളർത്തിയിട്ടുണ്ടല്ലോ. ഓ താങ്ക് യു ടൊമാറ്റോ. ഫ്രാൻസിലത്തെ മരങ്ങളൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇവിടെ വെച്ച് കഴിഞ്ഞാല് പ്രായമൊക്കെ ആയിട്ടാണ് കാട്ടിലേക്ക് ഇങ്ങനത്തെ യാത്രകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ. കാടുകളുടെ ആരോഗ്യം നശിച്ചിട്ടുണ്ടോ ആൾക്കാരാണ്. അതെ അല്ലേ? ശരിയാണ്. ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് യങ് ആയിരിക്കുമ്പോ അതാണ് സംഭവം. അപ്പൊ അങ്ങനെ യങ് ആയിട്ടുള്ള സമയത്താണ് ആൾക്കാർ പോകുമ്പോഴാണ്. അതായത് ടൊമാറ്റോ അവിടുത്തെ കാട്ടിലെ ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പന്മാര് വരെ പോകും. നല്ല പ്രായമുള്ള ആൾക്കാർ വരെ. അവിടത്തെ അപ്പൂപ്പന്മാർക്ക് കാട്ടിൽ പോകാൻ പറ്റും. ചെറുപ്പത്തിൽ അവർ പോയോണ്ട്. അതെ, അവർക്ക് നല്ലോണം വഴികളും കാര്യങ്ങളൊക്കെ. പിന്നെ തന്നെയല്ല ഇവിടുത്തെ പോലെ കാടല്ലല്ലോ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു നടപ്പാത കാണും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് മൊത്തം കാടാ. ഫോറസ്റ്റ് മൊത്തം കാടാ. അവിടെ അവിടെ ഫോറസ്റ്റ് മൊത്തം കാടല്ല, ഫോറസ്റ്റ് കാടാണ്. പക്ഷെ കുറച്ചുകൂടെ നടക്കാനായിട്ടുള്ള, അതായത് മോട്ടോർ ക്രോസ്, ബൈക്കുകള്, അങ്ങനത്തെ കുറച്ച് സെറ്റപ്പുകൾ ഉണ്ടല്ലോ. അതായത് ഓഫ് റോഡിങ്, അങ്ങനെ കുറെ. ശരിക്കുള്ള കാട്ടിലേക്ക് പോയിട്ടില്ല. അവിടെ കടലുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? കാടുകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നടന്നുകൊണ്ടുണ്ട്. ഈ നടന്നു പോകുന്ന പോലത്തെ കാടുകൾ അവിടെയും ഉണ്ട്. അപ്പോ ഒരുപാട് പ്രൈവറ്റ് ഫോറസ്റ്റുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെ നമുക്ക് ട്രക്കിങ്ങിന് പോവാം. അവിടെ റിസോർട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ഫോറസ്റ്റുകൾ. നമുക്ക് മെയിൻ ഫോറസ്റ്റിലേക്ക് പോകണമെങ്കിൽ പെർമിഷൻ വേണം. പിന്നെ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. പ്രൈവറ്റ് ഫോറസ്റ്റിലും ഷൂട്ട് ചെയ്യാം. നമ്മൾ ഇപ്പോൾ പെരുന്നാൾ തന്നെ ഷൂട്ട് ചെയ്തത് വാഗമൺ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഫോറസ്റ്റിലാണ്. 600 ഏക്കറിലുള്ള ഒരു പൂർണ്ണ വനമാണ്. കുറേ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അത്തരം ഫോറസ്റ്റുകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും തിരിച്ച് ആ ഒരു പ്രകൃതിയിലേക്ക് വരുന്ന ഒരു ഇതാണ്
സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഫാമിലി ആണെങ്കിൽ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുമ്പോൾ ഒരു നാച്ചറിനോടൊരു സ്നേഹം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളർത്താൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. തന്നെയല്ല പ്രതിരോധ ശക്തിക്കും അതിനും പ്രതിരോധ ശക്തി മണ്ണിൽ അതായത് അത് വേണം. അതെല്ലാം ഗുണം ചെയ്യും. പിന്നില്ലാതെ ഓഫ് കോഴ്സ് അത് എല്ലാവരും കേരളത്തിലെ ഒരു കൾച്ചർ അങ്ങനെ ആയിട്ട് വരും. എല്ലാവരും ഈ ടൂറിസ്റ്റ് സ്പോട്ടുകൾ അല്ലെങ്കിൽ ഫാമിലി, നിങ്ങൾ പറഞ്ഞ ഫ്രാൻസിലുള്ള പോലെ അതെ ഒരു ഫാമിലി ഗ്യാതറിങ് ഫോറസ്റ്റുകളിലേക്ക് വരിക, ചെറിയ കുട്ടികളെ കൊണ്ടുവരിക, അവരെ പ്രകൃതിയുമായിട്ട് അടുപ്പിക്കുക. അതെ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ വഴി ഏതായിരുന്നു? ഇങ്ങോട്ടായിരുന്നില്ലേ അതോ അങ്ങോട്ടായിരുന്നോ? ഇങ്ങോട്ടായിരുന്നായിരിക്കാം ഐ തിങ്ക്. വന്ന വഴി മറക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആ Thank you.